ഹായ് കൂട്ടുകാരെ, ഇന്ന് മണ്ണെഴുത്തിൽ നമ്മുടെ കുഞ്ഞടുക്കളത്തോട്ടത്തിലേക്കുള്ള ഒരു സൂപ്പർ ടോപ്പർ ഫെർട്ടിലൈസർ തയ്യാറാക്കലാണ്. ഇതിന് വലിയ ചെലവൊന്നും ആവശ്യമില്ല. 3 സംഗതികളെ ഇതിനാവശ്യമുള്ളൂ. എന്റെ പച്ചക്കറികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതിനും പൂവിടുന്നതിനും കായ്ഫലം ഉണ്ടാകുന്നതിനുമൊക്കെ ഞാൻ മിക്കപ്പോഴും ഇത് തന്നെയാണ് ചെടികൾക്ക് കൊടുക്കാറുള്ളത്. ആദ്യം നമുക്കിതിന് വേണ്ടത് അല്പം പച്ച ചാണകമാണ്. അറപ്പൊന്നും തോന്നണ്ട കൂട്ടരെ. നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി പിടിക്കുവാനും വിളവെടുക്കാനും ഒക്കെ കഴിയണമെങ്കിലേ ഇങ്ങനെയുള്ള അല്പം ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചേ പറ്റൂ. രണ്ടാമത്തെ ചേരുവ കുറച്ച് മുരിങ്ങയിലയാണേ. മുരിങ്ങയില കൂടുതൽ ചേർക്കാം, അത്രയ്ക്ക് ഗുണങ്ങൾ ഇതിനുണ്ട്. അടുത്തത് അല്പം കടലപ്പിണ്ണാക്ക്. പച്ചക്കറികളുടെ അളവനുസരിച്ച് നമുക്കിത് എടുക്കാട്ടോ. കടലപ്പിണ്ണാക്കില്ലാത്ത അടുക്കളത്തോട്ടമില്ല. ചെടികളൊക്കെ ഏറ്റവും കൂടുതൽ പൂവിടാനുള്ള ഏറ്റവും നല്ല സോഴ്സ് കടലപ്പിണ്ണാക്ക് തന്നെയാണ്. ഇനി ഇവർക്ക് മീതെ നിൽക്കത്തക്ക വിധത്തിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു 3 ദിവസത്തേക്ക് ഇവരെ നമുക്ക് തണലത്തേക്ക് മാറ്റിവെക്കാം. 3-ാം ദിവസമാകുമ്പോൾ നമ്മുടെ മുരിങ്ങയിലയും കടലപ്പിണ്ണാക്കും ചാണകവും എല്ലാം ചേർന്ന അടിപൊളി വളക്കൂട്ട് റെഡി. ഇനി ഇതുപോലെ അങ്ങ് ചെടികൾ കൊഴിക്കാൻ നിൽക്കണ്ട കേട്ടോ. എത്ര നമുക്ക് കിട്ടിയോ അതിന് 3 ഇരട്ടി വെള്ളം ചേർത്ത് വേണം ഇദ്ദേഹത്തെ നേർപ്പിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ നേർപ്പിച്ചതിന് ശേഷം അതിന്റെ തെളിയാണേ, അതെടുത്ത് നമുക്ക് ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പച്ചക്കറികളൊക്കെ കൂടുതൽ പൂവിട്ട് നല്ല കായ്ഫലം ഉണ്ടാകുന്നതിന് വളരെ യൂസ്ഫുൾ ആണ് ഈ ഫെർട്ടിലൈസർ. വർഷങ്ങളായി ഞാൻ എൻ്റെ പച്ചക്കറികളൊക്കെ പൂവിടാറാകുമ്പോൾ ഇത് തന്നെയാണ് തയ്യാറാക്കി കൊടുക്കാറുള്ളത്. നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന എല്ലാ കൂട്ടുകാർക്കും അത് മനസ്സിലാകും. അധികം ചെലവും ഇല്ല, എന്നാൽ കൂടുതൽ നേട്ടവും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയാൽ മാത്രം ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.